ശബരിമലയിൽ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണവിധേയമായിട്ടുണ്ട് എന്നത് ആശ്വാസമാണ്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. ദർശനത്തിനായി ഭക്തരുടെ നീണ്ട നിരയുണ്ട്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പമ്പയിലടക്കം നിയന്ത്രണം കർശനമാക്കിയിരിക്കുകയാണ്. ടി.എസ്. ഹരീഷ്ണ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഭക്തജന പ്രവാഹം തന്നെയാണ് സന്നിധാനത്ത്. ഇത് വലിയ നടപ്പന്തലിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മെനിഞ്ഞാന്നും ഒക്കെ സമാനമായ രീതിയിൽ എപ്പോഴും ഇവിടെ ക്യൂ നിറഞ്ഞു തന്നെ ആളുകൾ ഭക്തർ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി നിറഞ്ഞു തന്നെ നിൽക്കുന്നു. നിരവധി സ്ഥലത്തുനിന്ന് ഒരുപാട് പേര് ഇവിടെ എത്തുന്നു. പക്ഷേ 2 ദിവസം മുമ്പ് ഉള്ളതുപോലെയല്ല. അതിൽ തിരക്കിലൊരു സന്നിധാനത്തെ തിരക്കുണ്ടെങ്കിലും അത് കൃത്യമായ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിരവധി സമയം ക്യൂവിലൊക്കെ നിന്ന് വേണം ഭക്തർക്ക് ഇങ്ങോട്ടൊക്കെ എത്താം. ചേട്ടാ എവിടെ നിന്നാണ് പറഞ്ഞത്? ഞാൻ കുളങ്ങട, പന്തളം കുളങ്ങട. എങ്ങനെയുണ്ടായിരുന്നു വരുന്ന വഴിക്ക് നമ്മൾ പമ്പേ വന്നതിന് ശേഷം പിന്നെ അപ്പാച്ചി വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ട്. മുതല തടഞ്ഞു നിർത്തി ക്യൂ ആയിട്ട് പിന്നെ വിട് തടഞ്ഞു നിർത്തി വിടുവാറില്ല. മരക്കൂട്ടം വഴി ക്യൂ ആയിട്ട് ഈ നിലയ്ക്കലൊക്കെ എന്താ അവസ്ഥ? നിലയ്ക്കലൊന്നും വണ്ടി പിടിച്ചിട്ടിട്ടില്ല, ഒരു വണ്ടി പിടിച്ചിട്ടില്ല. കുഴപ്പമൊന്നുമില്ല. അവിടെ വരുന്ന വഴിക്ക് വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? അല്ലാത്തതിന് ആവശ്യമില്ലായിരുന്നല്ലോ. നമ്മൾ പമ്പേ വരുന്നിടം വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇവിടുന്ന് പിന്നെ വന്നിട്ട് ബിസ്ക്കറ്റും ഒക്കെ തരുന്നുണ്ട്, ഇപ്പോൾ കിട്ടുന്നുണ്ട്. മല കയറുമ്പോൾ വേറെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കൊല്ലത്തുനിന്ന്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല തിരക്കുണ്ടായിരുന്നു വരുന്ന വഴിക്കൊക്കെ. പിന്നെ മരക്കൂട്ടത്തടുത്തൊക്കെ നല്ല തിരക്കായിരുന്നു. കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. മരക്കൂട്ടം തൊട്ടാണെന്ന് തോന്നുന്നു ഈ കൺട്രോൾ വിടുന്നത്. അതുകൊണ്ട് പമ്പയിലും നിലയ്ക്കലും ഒക്കെ എന്താ? ഇല്ലില്ല, നിലയ്ക്കലൊന്നും വലിയ കുഴപ്പമില്ല, കയറി വരായിരുന്നു. പമ്പയിലും കുഴപ്പമില്ലായിരുന്നു, ബ്ലോക്കിൽ തിരക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് തിരക്ക്. ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. പിന്നെ ഒരുപാട് നേരം 6-7 മണിക്കൂർ നിൽക്കേണ്ടി വന്നു. അതായത് ഈ മരക്കൂട്ടം മുതലാണോ? അത് തന്നെ. കുട്ടികളെ കൊണ്ടുവരുന്ന കുട്ടികളായിട്ടാണ് വരുന്നത്. ഒരു സഹായങ്ങളും ആരും ചെയ്യുന്നില്ല. ഇപ്പോഴും പരാതികൾ അതുപോലെ തന്നെയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്കിൽ വലിയ കുറവുണ്ട് എന്നതാണ് ആശ്വാസം.